ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ? അപ്പൊ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നാം പഠിച്ചത്? സാറ്റലറിയം തുറക്കുന്ന വിധം. ടു ഓപ്പൺ സാറ്റലറിയം സോഫ്റ്റ്വെയർ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ലൊക്കേഷൻ ജാലകത്തിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്ന വിധം. ടു സെർച്ച് ആൻഡ് ഫൈൻഡ് എ location to window to see the aerial views of different locations. ഒരു നക്ഷത്രത്തെയോ ഗ്രഹത്തെയോ ഉപഗ്രഹത്തെയോ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന വിധം. ടു സെർച്ച് ആൻഡ് ഫൈൻഡ് എ സ്റ്റാർ, പ്ലാനറ്റ്സ് ഓർ സാറ്റലൈറ്റ്. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ സമയവും തീയതിയും നൽകുന്ന വിധം. ടു സെറ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം ഇൻ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. വേട്ടക്കാരൻ ഒറിയോൺ നക്ഷത്ര സമൂഹത്തെ പരിചയപ്പെടൽ. ലേൺ ദ ഒറിയോൺ കൺസ്റ്റലേഷൻ. സ്റ്റെല്ലേറിയം ക്ലോസ് ചെയ്യുന്ന വിധം. ടു ക്ലോസ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. ആകാശഗോളങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു ചില സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ. ഏതൊക്കെയാണ്? K-STARS, സ്റ്റെല്ലേറിയം. ഇന്ന് നമ്മൾ പഠിച്ചത് സ്റ്റെല്ലേറിയം തുറക്കുന്ന വിധം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ടു ഓപ്പൺ ദി സ്റ്റെല്ലേറിയം ക്ലിക്ക് ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. The spinning of the earth on its own axis is called rotation. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്നാണ് പറയുന്നത്. The movement of the earth around the sun is called revolution. അതുപോലെ ന്യൂ മൂൺ ഡേ. എന്താണ് അമാവാസി? അമാവാസി ദിനത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുന്നു. In a new moon day, the sun, the moon and the earth are in a straight line. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി, കറുത്ത വാവ്. The moon is not seen at all when the part of the moon that does not get sunlight faces the earth. This day is called new moon day. അമാവാസി ഓർ കറുത്ത വാവ്. ഇതൊക്കെ കഴിഞ്ഞ 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? In a full moon day, the sun, the earth and the moon are in a straight line. പൗർണമി ദിനത്തിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ ഈ പ്രതിഭാസങ്ങൾ പുനഃസൃഷ്ടിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ. Various softwares are available to simulate scenes from the sky on the computer screen. These type of software are called simulation softwares. Open the software. Stellarium software എങ്ങനെയാണ് തുറക്കുന്നത്? Applications, Science, Stellarium. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടൂൾസ് കാണുന്നത്? ലൊക്കേഷൻ വിൻഡോ, ഡേറ്റ് ടൈം വിൻഡോ, പിന്നെയോ സെർച്ച് വിൻഡോ, ടൂൾ ബാർസ്, സെന്റർ ഓൺ സെലക്ട് ഒബ്ജക്റ്റ്, ക്വിറ്റ് അല്ലേ? സ്ഥലം ക്രമീകരിക്കല്, സമയം ക്രമീകരിക്കല്, തിരച്ചിൽ ജാലകം, ടൂൾ ബാറുകള്, ആകാശഗോളത്തെ സ്ക്രീനിന് നടുവിൽ ഉറപ്പിക്കാം, അവസാനിപ്പിക്കാം, സ്ഥലം ക്രമീകരിക്കാം. തിരുവനന്തപുരത്തെ ആകാശ കാഴ്ചകൾ കാണുന്നതിന് സ്റ്റെല്ലേറിയത്തിൽ സ്ഥലം തിരുവനന്തപുരമായി ക്രമീകരിക്കേണ്ടത്. അതിനായി ഈ കാണുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് സ്ഥലജാലകം ലഭിക്കും. സ്ഥലജാലകത്തില് സെർച്ച് ചിഹ്നം ചെയ്യുന്നതിനനുസരിച്ച് ചേർന്നുള്ള സെർച്ച് ബോക്സിൽ തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്യുക. തിരുവനന്തപുരം ഇന്ത്യ എന്ന വരി പ്രത്യക്ഷപ്പെടും. ആ വരിയിൽ ക്ലിക്ക് ചെയ്യുക. ജാലകം ക്ലോസ് ചെയ്യുക. ലെറ്റ് us adjust the place. To see the scenes of the sky over Thiruvananthapuram, the place has to be set as Thiruvananthapuram on Stellarium. For that, click on the tool to get place window.
Type Thiruvananthapuram in the search box near the symbol search on the location window. A line Thiruvananthapuram India will appear. Click on the line. Close the window. Let's fix celestial objects at the center of the scene. Center of the screen. Click on the object to select. Click on the zoom tool from the toolbox below the stellarium window to fix the position of the celestial objects at the center of the screen. അതായത് ആകാശഗോളത്തെ സ്ക്രീനിന് നടുവിൽ ഉറപ്പിക്കാം. സ്ക്രീനിന് നടുവിലായി ആകാശഗോളത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വസ്തുവിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റെല്ലേറിയം ജാലകത്തിൽ താഴെയുള്ള ടൂൾ ബോക്സിലെ സൂം ടൂളിൽ ക്ലിക്ക് ചെയ്യുക. Finding the sun. Click on the search tool. Type sun on the window. Press enter key. Can you see the sun appearing at the center of the screen? സെർച്ച് ടൂൾ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ജാലകത്തിൽ സൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുക. അപ്പോൾ എന്ത് ചെയ്യും? ആ സൂര്യൻ സ്ക്രീനിന് നടുവിൽ ദൃശ്യമായില്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നാൽ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്കത് ചെയ്യാം. സെറ്റിംഗ് ഡേറ്റ് ആൻഡ് ടൈം. ക്ലിക്ക് ഓൺ ദി ടൂൾ. സെറ്റ് ഡേറ്റ് 2010-1-15 year, month, date and time as a 11:15 on the window. Move the mouse scroll wheel forward and zoom in on the screen. Can you see the sun near the moon? Click on the symbol above the minute on the time window to set the time forward and complete the table. അപ്പോൾ തീയതിയും സമയവും ക്രമീകരിക്കാം. ടൂൾ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ജാലകത്തിൽ തീയതി, വർഷം, മാസം, തീയതി എന്നും സമയം എന്നും ക്രമീകരിക്കുക. മൗസിന്റെ സ്ക്രോൾ വീൽ മുന്നോട്ട് ചലിപ്പിച്ച് സ്ക്രീനിൽ സൂം ചെയ്ത് നോക്കൂ. സൂര്യൻ തൊട്ടടുത്തായി ചന്ദ്രനെ കാണുന്നില്ലേ? സമയജാലകത്തിലെ മിനിറ്റിന് മുകളിലെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് സമയം മുന്നോട്ട് ക്രമീകരിച്ച് പട്ടിക 2-1 പൂർത്തിയാക്കൂ. വേട്ടക്കാരൻ. ഓറിയൻ നക്ഷത്ര സമൂഹത്തെ പരിചയപ്പെടൽ. ലേൺ ദ ഓറിയൻ കോൺസ്റ്റലേഷൻ. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ചന്ദ്രക്കല വളരുന്നു. കറുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരെ ചന്ദ്രനെ നിരീക്ഷിക്കൂ. ഓരോ രാത്രിയിലും കാണുന്ന ചന്ദ്രന്റെ ചിത്രം വരയ്ക്കൂ. ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. പൊതുവായി ഒരു ക്ലാസ് ചാർട്ടും തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ ചന്ദ്രനെ നിരീക്ഷിക്കുക. 1-ാം ദിവസം നിരീക്ഷിച്ച സമയം എഴുതുക, ചന്ദ്രന്റെ രൂപം. അങ്ങനെ 10-ാം ദിവസം, 11-ാം ദിവസം. അവ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള രൂപങ്ങളാണ് അല്ലേ? ടുഡേ അസൈൻമെന്റ്. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ സ്ഥലം രേഖപ്പെടുത്തുന്ന വിൻഡോ ഏത്? വിച്ച് വിൻഡോ റെക്കോർഡ്സ് ദ ലൊക്കേഷൻ ഇൻ ദ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ? രണ്ടാമത്തേത് ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, ചൊവ്വ, മാർസ് എന്നീ ഗ്രഹങ്ങളെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. ഫൈൻഡ് മെർക്കുറി, വീനസ് ആൻഡ് മാർസ് യൂസിങ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ആൻഡ് ടേക്ക് സ്ക്രീൻഷോട്ട്സ്. അത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നാലാണ് സാധിക്കുന്നത് അല്ലേ? കമ്പ്യൂട്ടർ വീട്ടിലുള്ളവർക്ക് അതെടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ സ്ഥലം രേഖപ്പെടുത്തുന്ന വിൻഡോ ഏതാണ്? പ്ലേസ് വിൻഡോ. Which window records the location in the stellarium software? Place window. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറഞ്ഞിട്ടുള്ളത് സ്വാതികലി, നിവേദ്യ, സുബിത, സമലു, ഐഷ നിഹല, അക്ഷയ്, ഷിഫ്ന, അനാമിക, അൻഹാൽ, വൈഗ, സിനിയാസ് മുഹമ്മദ്, മുന്നാസ്, സന. ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.